ചപ്പമുണ്ട്, 2 മീനുണ്ട്. And in that information there are 5 loaves of bread and 2 fish. 5000 ആൾക്കാരുണ്ട്. There are thousands of people there. ഇതുകൊണ്ട് അവിടെ എന്ത് നടക്കാനാ? What is going to happen? പക്ഷേ ആ ഇൻഫർമേഷന്റെ മുൻപിൽ, in the front of the information, യേശു പുരുഷാരത്തോട് ഇരിക്കാൻ പറഞ്ഞത്, Jesus said, asked the crowd to be seated, താൻ ആരെന്നുള്ള തന്റെ വെളിപ്പാടാണ്. because of the revelation of who he is. Listen, ക്രിസ്തുവിൽ ഞാൻ ആരെന്നുള്ള എന്റെ വെളിപ്പാടാണ് അടുത്ത മൂമെന്റിൽ എന്റെ മുമ്പിൽ അത്ഭുതം നടക്കുന്നത്. And the revelation of who I am in Christ is what leads to the amazing miracles in the next moments. Thank you Lord Jesus. യേശുവേ നന്ദി. ക്രിസ്തുവിൽ ഞാൻ ആരെന്നുള്ള എന്റെ ഉറപ്പും എന്റെ വെളിപ്പാടുമാണ് എന്റെ ശുശ്രൂഷയിൽ അത്ഭുതം നടക്കുന്നത്. The assurance of who I am in Christ is by miracles happen. എന്റെ ജീവിതത്തിൽ മറക്കാത്ത ഒത്തിരി ഡെലിവറൻസ് സെഷൻസ് ഉണ്ട്. There are many deliverance sessions that I cannot forget. ഒത്തിരി ഹീലിംഗ് മൂവ്മെന്റ്സ് ഉണ്ട്. Many healing moments. 2009 In 2009, ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. there was a fasting prayer in our church. 21 days fasting prayer. 21 days fasting prayer. അതിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം ഞായറാഴ്ച. And the last day is a Sunday. അന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, when I was preaching, ഏറ്റവും പുറകിൽ, at the last row, ഈ ഞങ്ങൾക്ക് ഒറ്റ എൻട്രൻസേ ഉള്ളൂ. we only have one entrance. Thousands of people are there. ആയിരക്കണക്കിന് വ്യക്തികൾ അവിടെ ഉണ്ട്. How many people attended our Kottarakara church service here? Anyone attended there? എത്ര പേർ ഞങ്ങളുടെ കൊട്ടാരക്കര ചർച്ചിലെ സർവീസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഉണ്ട് ആൾക്കാർ, എല്ലായിടും ഉണ്ട്. താങ്ക് യു. ഞാൻ നോക്കുമ്പോൾ, when I see ലീഡേഴ്സ് ഇങ്ങനെ പുറകോട്ട് ഓടുന്നു. leaders are running behind. കുറച്ച് പേര് അകത്തോട്ട് വരുന്നു, A few are coming inside. കുറച്ച് പേര് പുറത്തോട്ട് പോകുന്നു. Some are going outside. ലൈവ് ആണ്. And I'm seeing it live. ഞാൻ ഡിസ്റ്റർബ്ഡ് ആയി. And I was disturbed. ഞാൻ മൈക്കിലൂടെ ഇങ്ങനെ ചോദിച്ചു, വാട്ട് ഈസ് ഹാപ്പനിങ് ഓവർ ദേർ, എന്താ അവിടെ സംഭവിക്കുന്നത്? ഉടനെ ഒരു ലീഡർ പുതുക്കെ നടന്നു വന്നിട്ട് പറഞ്ഞു, ഒരു പേഷ്യന്റിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാണ്. ക്യാൻസറിന്റെ 4th സ്റ്റേജ് കഴിഞ്ഞാണ്. മെഡിക്കൽ കോളേജിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. ഡോക്ടർ 1-2 ദിവസം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ മകള് പറഞ്ഞു, എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോകും, അമ്മയെ കൊണ്ടുവന്നൊന്ന് പ്രാർത്ഥിപ്പിക്കാം എന്ന് കരുതി എഴുതി കൊടുത്ത് വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കി പേഷ്യന്റിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഏകദേശം കൊട്ടാരക്കര ഞങ്ങളുടെ സ്ഥലം അടുക്കാറാകുന്ന സമയമായപ്പോഴത്തേക്കും ഇവരെ കണ്ണു തുറക്കുന്നില്ല, ഇവരുടെ പൾസ് എല്ലാം കുറഞ്ഞു, ഇവരുടെ ശരീരമെല്ലാം ഇങ്ങനെ തണുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിലെ ഒരു നേഴ്സ്, തിരുവല്ലയുള്ള ഒരു സഹോദരി വെളിയിൽ ചെന്നപ്പോ ഹാർട്ട് റേറ്റ് കിട്ടുന്നില്ല, പൾസ് ശരിക്കും കിട്ടുന്നില്ല, പോയിട്ടില്ല, ആളുണ്ടെങ്കിലും പൾസ് കിട്ടുന്നില്ല, ഹാർട്ട് റേറ്റ് വളരെ കുറവാണ്. അവര് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ബ്രീത്തിങ് എടുക്കാൻ കഷ്ടപ്പെടുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ ലീഡേഴ്സ് പറഞ്ഞു, ഇത് അകത്ത് കൊണ്ട് കയറ്റിയാൽ ഇയാള് തീർന്നു പോവും, തീർന്നു പോയാൽ ചർച്ചിനകത്ത് വെച്ച് അങ്ങനെ സംഭവിച്ചാൽ അത് വാർത്തയാകും, അതുകൊണ്ട് ഇതിനെ തിരിച്ചു വിടാം. ഈ ചർച്ച നടക്കുമ്പോഴാണ് അവിടെ എന്തുവാ സംഭവിക്കുന്നതെന്ന് ഞാൻ വിളിച്ചു ചോദിക്കുന്നത്. And so what is happening here? There's an elderly lady who's suffering from stage 4 cancer. She was taken off the ventilator and they were traveling, and when they reached close to the place that we had our church in, her heart rate went down, her pulse went down, she almost didn't have any pulse. And there is a sister in our church who was a nurse. She goes outside and she checks the pulse, and she's telling the leaders, if you take this woman inside the church to pray, and if she dies in the church, it's going to become international news. And this is the time I'm looking at them and I'm disturbed. I'm asking, what is happening? ലീഡർ എന്നോട്, ആ ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞു, The leader told me, ആംബുലൻസ് തിരിച്ചു വിടട്ടെ എന്ന് ചോദിച്ചു. should I send back the ambulance? ഇത്രയും സമയം പേഴ്സണൽ ഡിസ്കഷൻ ആണ്. All of this is personal discussion. ഞാൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, And I said through the microphone, ഒരു പേഷ്യന്റിനെ വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, there is a patient that has come outside. ആളിന് അനക്കമില്ലെന്ന് പറയുന്നു. They're saying that the patient is not moving. ചെറിയൊരു ജീവനേ ഉള്ളൂ, There is a slight sign of life. ക്യാൻസർ വന്ന് തളർന്നു പോയതാണ്. And this person is paralyzed from cancer. അവർക്ക് ബോണിലായിരുന്നു ക്യാൻസർ, It is bone cancer. അവർ തളർന്നു പോയതാണ്. That person is paralyzed. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. I am going to pray for this person. പരസ്യമായി ഞാൻ വിളിച്ചു പറഞ്ഞു. I am saying in live in front of a big crowd. ലീഡർ വന്ന് പറഞ്ഞു, ആള് മരിച്ചു പോകും, വിട്ടേക്കാൻ. And the leader told me this person is going to die, send the ambulance back. പക്ഷേ എന്റെ അകത്തൊരു വെളിപ്പാടുണ്ട്. But inside of me is a revelation. ലീഡർ തന്നത് ഇൻഫർമേഷൻ, Leader gave me information. സ്റ്റേജിൽ നിൽക്കുന്ന എന്റെ അകത്തുള്ളത് യേശു സൗഖ്യമാക്കുന്ന റെവലേഷൻ. But inside of me is a revelation that he is my healer. അവനില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവൻ എന്നുള്ള എന്റെ വെളിപ്പാട്. The revelation is that he calls things as though they are not.
ആ സ്ട്രെച്ചറോട് കൂടെ എടുത്തോണ്ട് വന്ന് സ്റ്റേജിൽ കൊണ്ടുവച്ചു. And they took that stretcher and they brought it onto the stage. ആളിന് അനക്കയില്ല. This person is not moving. പാടിക്കൊണ്ടിരുന്ന വർഷിപ്പ് ലീഡേഴ്സ് എല്ലാം പുറത്തിറങ്ങാൻ പറഞ്ഞു. I asked all the worship leaders to go outside. ഞാൻ അതിന്റെ മുമ്പിൽ മുട്ടുകുത്തി. I knelt down. അവരുടെ തലയിലും അവരുടെ കാലിലൂടെ കൈവച്ച് പ്രാർത്ഥിച്ചു. I put my hand on the head and the leg. ഒന്നും സംഭവിക്കുന്നില്ല. Nothing is happening. ഞാൻ കൈ പിടിച്ചു വിട്ടപ്പോൾ അത് ഇങ്ങനെ പോയി. When I took the hand, it fell down like this. അവർ അനക്കയില്ല. There is no movement. പക്ഷെ മരിച്ചിട്ടില്ല. But not dead. പൾസ് ഉണ്ട്. There is pulse. ക്രിട്ടിക്കലാണ്. ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, ലോർഡ്, ഇത്രയും ആൾക്കാർ കാണുകയാണ്, ഇതുവരെയും നീ അത്ഭുതങ്ങളെ ചെയ്യുന്നത് ഈ ജനം കണ്ടിട്ടുണ്ട്. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. യു ആർ ദ ഹീലർ. എന്റെ അകത്ത് യേശു സൗഖ്യദായകൻ എന്നുള്ളത് മതമോ മനുഷ്യനോ പഠിപ്പിച്ചു തന്ന ഒരു പഠനമല്ല. അതെന്റെ അകത്തൊരു വെളിപ്പാടാണ്. യേശു സൗഖ്യമാക്കും എന്നുള്ളതൊരു വെളിപ്പാടാണ്. And I told the Lord this, that the revelation that is inside of me, that He is my healer, is not something that somebody taught me. Lord, so many people are watching. I know many miracles have happened, but right now there is in front of me. I believe you can heal. ഞാൻ ഇങ്ങനൊരു വാക്ക് വായ് തുറന്നു പറഞ്ഞു. I said this word out of my mouth. എന്റെ ആത്മാവിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ ഈ സഹോദരിയിൽ വ്യാപരിക്കട്ടെ. The same power, the life that is inside of me, in my spirit, let that same power live in this woman. ആ മകൾ കണ്ണു തുറന്നു. This lady opened her eyes. ആ സഹോദരി എഴുന്നേറ്റു. And she got up. Listen. ഈ ഞാൻ പറയുന്നത് ലൈവ് ആണ്. All of this is live. ഇപ്പൊ ഈ ചർച്ചിൽ ലൈവ് പോവുകയാണ്. There is a live stream here. എന്റെ ചർച്ചിലുള്ളവർ ഇത് കേട്ടോണ്ടിരിപ്പുണ്ട്. There are people in my church that are listening to this. അവർ എഴുന്നേറ്റു. She stood up. അവര് ഹീലായി. She was healed. അവര് പോയി. She left. പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. I have not seen her after that. അങ്ങനെ ഒത്തിരി കേസുകളുണ്ട്. There are many cases like that. എന്നാൽ But ഈ കോവിഡിന്റെ സമയത്ത് at the time of COVID, ട്രിവാൻഡ്രത്ത് ഒരു കല്യാണം നടക്കുകയാണ്. there is a wedding in Trivandrum. 40-50 പേര് താഴെയുള്ള മാരേജിന്. There are only 40 or 50 people at this wedding. 2 മാസ്കും ഒക്കെ വെച്ചാണ് പോയത്. I went with 2 masks. വിവാഹം നടത്താൻ. അതാണ് ഗവൺമെന്റിന്റെ നിയമം. Because that's what the government said. കല്യാണം കഴിഞ്ഞിട്ട് After the wedding, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, my wife told me, ചാച്ചേ കോവിഡ് ഒക്കെയാണ്, there's COVID here. ഒത്തിരി ആൾക്കാരോട് മിങ്കിൾ ചെയ്യാൻ നിൽക്കല്ലേ. Don't mingle with a lot of people. നമ്മൾ ദൈവമൊന്നും അല്ലേ. We are not God. പെട്ടെന്ന് ഇഞ്ഞ് വന്നേക്കണേ. Please come home quickly. എന്റെ അടുത്ത് പറഞ്ഞു. She told me. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകാൻ, നിങ്ങളായാലും അങ്ങനെയാണ്. You're also like that, I understand. ഞാൻ ആ കല്യാണം നടത്തിയിട്ട് ഇറങ്ങി വരുമ്പോ, After the wedding and I was walking, ഒരു മകൾ എന്റെ അടുക്കൽ വന്നു. a young woman came to me. എന്റെ അടുത്ത് ചോദിച്ചു, She asked me, പാസ്റ്റർ എന്നെ ഓർക്കുന്നോ? do you remember? ഞാൻ പറഞ്ഞില്ല. I said no. 2009 ഞാൻ പാസ്റ്റർ ചർച്ചിൽ വന്നിട്ടുണ്ട്. In 2009 I came to your church. ഞാൻ പറഞ്ഞു എന്തിന്? Why? ഞാൻ എന്റെ അമ്മയും കൊണ്ട് വന്നിട്ടുണ്ട്. I came with my mother. പാസ്റ്റർ ഓർക്കുന്നുണ്ടോ? Do you remember? ആംബുലൻസിൽ കൊണ്ടുവന്ന് സ്ട്രക്ചറെ കൊണ്ടുവന്ന് സ്റ്റേജിൽ വെച്ച് ഓർക്കുന്നുണ്ടോ? Do you remember the lady who came in the ambulance? സത്യം പറയട്ടെ, Let me tell you the truth. അവര് മരിച്ചോ ജീവിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല. I did not know if she lived or died. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ ഏതമ്മ? So I also pretended not to know about this. അല്ല, എന്റെ അമ്മയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. I came with my mom. ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്നിട്ട് അമ്മ എന്തി? And then where is your mom? വാ, പുറകിൽ ഇരിപ്പോണ്ട് She is കാണിച്ചു തരാം. sitting in the back. Let me show you. She is completely healed. അത്ഭുത സൗഖ്യം നടന്നു. ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു സംഭവം. Let me tell you one more thing. യേശു സൗഖ്യമാക്കുമെന്നുള്ളത് എനിക്ക് പെന്തിക്കോസുകാരോ സൺഡേ സ്കൂളുകാരോ പഠിപ്പിച്ചു തന്ന പാഠാവലിയല്ല, അതിന്റെ അകത്തൊരു വെളിപ്പാടാണ്. The fact that Jesus is a healer is not something that I was taught and ingrained. It is a revelation. Thank you, Lord Jesus. യേശുവേ നന്ദി. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്താൽ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളത് അകത്തൊരു വെളിപ്പാടായിട്ടുള്ളവനാ കൊടുക്കുന്നത്. And the person who has this revelation that if you give for God you will receive, that is the person who can give. ഞാൻ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എനിക്ക് കർത്താവിന്റെ ശക്തി അനുഭവിക്കാൻ പറ്റുമെന്നുള്ള വെളിപ്പാടുള്ളവനായി ആരാധിക്കുന്നത്. And the person who truly worships God is the person who has the revelation that I can worship this true living God. Oh, ചേർന്നൊരു ഹല്ലേലൂയ. Hallelujah. Oh, thank you, Lord Jesus. Thank you, Lord Jesus. അന്ത്രയോസ് കൊടുത്ത ഇൻഫർമേഷന്റെ മുൻപിൽ യേശു കർത്താവ് ജനത്തോട് ഇരിക്കാൻ പറഞ്ഞത് വെളിപ്പാടാണ്. And when Andrew gave this information, when Jesus said see these crowds, it was a revelation. ഞാൻ മറ്റൊരു സംഭവം നിങ്ങളോട് പറയുന്നു. Let me say one more thing. യേശു കർത്താവ് ഇതാ എരിഹോവിലേക്ക് പോവുകയാണ്. Jesus is going to Jericho.
യേശു കർത്താവ് എരിഹോവിനോട് അടുക്കാറായപ്പോൾ He is about to, close to Jericho. വഴിയരികിൽ ഇരുന്ന കുരുടൻ There was a blind man. അവൻ പുരുഷാരത്തോട് ചോദിക്കുന്നു, He's asking the crowd, ആരാണ് ഇത് വഴി പോകുന്നത്? who is going this way? അവർ പറഞ്ഞു കൊടുത്തു, They told him, ജീസസ് ഫ്രം നസറേത്ത്. Yeshu, Nasrayana Yeshu. നസറേനായ യേശു പോകുന്നു. അവന് കിട്ടിയ ഇൻഫർമേഷൻ നസറേനായ യേശു. The information he received, this is Jesus of Nazareth. പക്ഷെ അവൻ വിളിച്ചത് എന്തുവാ? But what did he call out? പക്ഷെ അവൻ വിളിച്ചത് എന്തുവാ? What did he call out? Come on, Son of David. ദാവീദ് പുത്ര യേശുവേ. Son of David, Jesus. പക്ഷെ അവന് കിട്ടിയ ഇൻഫർമേഷൻ എന്തുവാ? What was the information he received? Jesus from Nazareth. Jesus from Nazareth. But he called David's son Jesus. ദാവീദ് പുത്രനായ യേശുവേ എന്ന് വിളിച്ചു. അവൻ ദൈവത്തെ വിളിച്ചത് മനുഷ്യൻ കൊടുത്ത ഇൻഫർമേഷനിലല്ല, റെവലേഷനിലാണ്. What he called Jesus was not based on the information, it was the revelation inside of him. ആ റെവലേഷൻ ആണ് അവന്റെ അകത്തിരുന്നത്. ആമീൻ. നസ്രയത്തിൽ നിന്ന് വരുന്നവനല്ല അന്ധന്റെ കണ്ണ് തുറക്കുന്നത്, നസ്രയത്തിൽ നിന്ന് വരുന്നവനല്ല ചെകിടന്റെ ചെവി കേൾപ്പിക്കുന്നത്. ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന ആ മുളയാണ്, ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് വരുന്നവനാണ് കുരുടന്റെ കണ്ണ് തുറക്കുന്നത്, ചെകിടന്റെ ചെവി കേൾക്കുന്നത്, ഊമരെ സംസാരിപ്പിക്കുന്നത് എന്ന ആ വെളിപ്പാട് അവന്റെ അകത്തുണ്ടായിരുന്നു. ആ വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് അവൻ വിളിച്ചത്, David's son Jesus. And this revelation was inside of this blind man. He knew that this Jesus from Nazareth is not the person who is going to heal the blind and heal the deaf, but there is the true Jesus who came as the son of Jesse in the tribe of David. This is the true son of God. Because of this revelation he called out son of David. ആരെങ്കിലും ചൊല്ലി തരുന്നത് ഏറ്റു ചൊല്ലുന്നതല്ല പ്രാർത്ഥന. Prayer is not something that you just repeat when somebody tells you. പ്രാർത്ഥന നിങ്ങളുടെ അകത്ത മനുഷ്യനിൽ നിന്ന് വരുന്നതാണ്. Prayer is something that emanates from your inner man. യേശു നിങ്ങൾക്ക് ആരാണ്? Who is Jesus to you? നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ഭയപ്പെടുത്തുന്ന അരൂപിയാണോ? Is he a person that makes you afraid? അങ്ങനെയുള്ളവർ ഇങ്ങനെ ദൂരെ മാറി ഇങ്ങനെ തൊഴുതേച്ച് പോകും. And those people, they look at Jesus from a distance and they go away. പക്ഷെ ഞാൻ ചെന്നിട്ട് വിളിക്കും, അബ്ബാ. But I go close to him and say, Appa. He is my father. അവൻ എൻ്റെ അപ്പനാണ്. Thank you Lord Jesus. കാറ്റും കടലും ഇളകി മറിയുന്നു. And there is a lot of storm. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? Are you with me? കാറ്റും കടലും ഇളകി മറിയുന്നു. And there's wind and storm. ശിഷ്യന്മാർ ഒരു ഇൻഫർമേഷൻ യേശുവിന് കൊടുക്കുന്നു. And the disciples are giving Jesus information. നാഥാ, നമ്മൾ നശിച്ചു പോകാൻ പോകുന്നു. Lord, we are about to be destroyed. യേശു വെള്ളത്തിൽ കിടന്ന്, വള്ളത്തിലല്ല ശരിക്കും വെള്ളത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. Jesus is not just sleeping on the boat, he's sleeping on the water, you can see. വെള്ളത്തിൽ കിടന്ന് ഉറങ്ങുന്ന ആരെയും Have you seen anybody who sleeps on water? ഇവര് പറയുന്നു നമ്മൾ മരിക്കാൻ പോകുന്നു. They are saying we are about to die. അതാണ് അവർ കൊടുത്ത ഇൻഫർമേഷൻ. That is the information he was passed. പക്ഷെ യേശു എഴുന്നേൽക്കുന്നില്ല. But Jesus did not get up. കാരണം യേശു കർത്താവിന്റെ അകത്ത് ഒരു വെളിപ്പാടുണ്ട്, ഒരു ഉറപ്പുണ്ട്. തന്നെ പിതാവ് ഭൂമിയിൽ അയച്ചത് ശ്വാസം മുട്ടി മരിക്കാനല്ല, രക്തം കൊടുത്ത് മരിക്കാനാണ്. Because inside of Jesus was a revelation that his father did not send him to drown and die, but he had to die by giving his blood on the cross. രക്തം കൊടുത്ത് മരിക്കേണ്ടവൻ ശ്വാസം മുട്ടി മരിക്കലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവൻ ഉറങ്ങുകയാണ്. And that is why he's sleeping, because he knows he is not going to die through drowning. അവന്റെ മരണം വരെ എങ്ങനെയുള്ളതെന്ന് അവൻ അറിയാമായിരുന്നു. Knew what death tasted like. അതുകൊണ്ട് സാഗരത്തിന്റെ ജലത്തിന് അവനെ തീർക്കാൻ കഴിയത്തില്ല എന്ന് അവന്റെ വെളിപ്പാടാണ് ആ ഉറക്കത്തിൽ ഞാൻ കാണുന്നത്. And the reason why he's sleeping, because of the revelation. ശരിക്കും നിങ്ങൾ